ഞാനിങ്ങനെ ഓർക്കട്ടെ, ഈ അടുത്ത സമയത്ത് ഇതുപോലൊരു പന്തലിൽ ദൈവവചനം പ്രസംഗിക്കുകയാണ് ഞാൻ. പന്തലിന് ഏറ്റവും മുമ്പിലായി ഒരു മധ്യവയസ്കൻ, 50 വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ള ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. കയ്യിലൊരു വേദപുസ്തകമുണ്ട്, ഡയറിയുണ്ട്. എൻ്റെ പ്രസംഗവേളയിൽ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുവാൻ കാരണമായത്, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണ് നനയുന്നുണ്ട്, അദ്ദേഹം തൂവാല കൊണ്ട് കണ്ണ് തുടയ്ക്കുന്നുണ്ട്. പ്രസംഗത്തിലുടനീളം ഞാനത് ശ്രദ്ധിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ പരിചയപ്പെടാൻ കാത്തു നിൽപ്പുണ്ട്. മിക്കവാറും ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ ആഗ്രഹിച്ചതായിരുന്നു. ഒത്തിരി സന്തോഷം. എവിടെയാ വീട്, എവിടെയാ പള്ളി, ഇതെല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞു. വല്ലാതെ സങ്കടമുണ്ടല്ലോ, എന്താണ് കണ്ണു നനയാൻ കാരണം? എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, രോഗമുണ്ടോ, പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഓർക്കാമെന്ന് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അച്ഛന് തിരക്കുണ്ടോ? ഞാൻ പറഞ്ഞു, തിരക്കില്ല, ഒരു 5 മിനിറ്റ് സമയം അച്ഛൻ എന്നെ കേട്ടിട്ട് പ്രാർത്ഥിച്ച് മടങ്ങണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞാട്ടെ അച്ഛാ. 2020 ജൂലൈ മാസം പെട്ടെന്ന് എനിക്ക് ശ്വാസതടസ്സമുണ്ടായി. എൻ്റെ ഭാര്യ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു. അതിവേഗം ഒരു ആംബുലൻസ് എൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്നു. PPE കിറ്റ് ധരിച്ച് ആരോഗ്യ പ്രവർത്തകർ എന്നെ സ്ട്രെച്ചറിലെടുത്ത് ആംബുലൻസിൽ കയറ്റി കോവിഡ് സെൻ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. എൻ്റെ ഭാര്യയും 2 മക്കളും കണ്ണുനീരൊഴുക്കി നിൽക്കുന്ന ആ വേള എനിക്ക് മറക്കാൻ കഴിയില്ല. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എന്നെ ICUവിലേക്ക് മാറ്റി. അതൊരു കോവിഡ് ഹോസ്പിറ്റലാണ്. ഞാൻ കിടക്കുന്ന വാർഡിൽ 23 പേരുണ്ടായിരുന്നു. എല്ലാവരും വളരെ വലിയ പ്രതിസന്ധിയിലൂടെ, അപകടകരമായ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. എല്ലാ ദിവസവും എൻ്റെ ഭാര്യ എന്നെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറെ വിളിക്കാറുണ്ടായിരുന്നു. ഡോക്ടർ പറയും, പ്രതീക്ഷയ്ക്ക് വകയില്ല, ഓക്സിജൻ ലെവൽ വല്ലാതെ കുറയുന്നു, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം പ്രവർത്തിക്കണം. എൻ്റെ അച്ചായൻ്റെ വാർഡിൽ പലരും മരണപ്പെടുന്നത് എനിക്ക് കാണാം. സ്ട്രെച്ചറിൽ അവരുടെ മൃതശരീരങ്ങൾ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ നിറച്ച് ആരോഗ്യ പ്രവർത്തകർ കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കാണുന്നുണ്ട്. കർട്ടൻ വാർഡാണ്. ICU കഴിഞ്ഞ് എന്നെ കർട്ടൻ റൂമിലേക്ക് മാറ്റി. ഓക്സിജൻ സപ്പോർട്ടോട് തന്നെ 23 പേരടക്കുന്ന വാർഡാണ്. ചില തിരക്കാണെങ്കിലും ഞാൻ ചുരുക്കി പറയാം. ഈ മനുഷ്യൻ പറയുകയാണ്, ആ വാർഡിൽ 22 പേരും മരണപ്പെട്ടു, ഞാൻ മാത്രം ശേഷിച്ചു. ഇന്നും എനിക്കതൊരു അത്ഭുതമാണ്. എൻ്റെ വാർഡിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന 23 പേരിൽ 22 പേരും കോവിഡ് വന്ന് മരണപ്പെട്ടപ്പോൾ ഈ പാപിയായ എൻ്റെ ആയുസ്സിനെ തമ്പുരാൻ ബാക്കി വെച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതിൻ്റെ രഹസ്യം എന്താണെന്ന്. ഞാനൊരു പള്ളി ഭക്തനല്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഞാൻ വേദപുസ്തകം അങ്ങനെ വായിക്കാറില്ല. എൻ്റെ ഭാര്യ നന്നായി പ്രാർത്ഥിക്കും, അവൾ പള്ളിയിൽ പോകും, എല്ലാ കൂട്ടായ്മയ്ക്കും സംബന്ധിക്കും. ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും, പക്ഷെ ഒന്നും ചെയ്യാറില്ല. അപ്രകാരം ദൈവത്തെ ഗൗരവമായി കാണാതെ ജീവിച്ചു പോയ എൻ്റെ ആയുസ്സിനെ നീട്ടിവെക്കാൻ എൻ്റെ കർത്താവിന് മനസ്സായല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വേദപുസ്തകം എടുക്കുമ്പോൾ കണ്ണു നനയും. കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. ദേവാലയം മുടക്കാറില്ല, ആരാധന മുടക്കാറില്ല. ദൈവം നമ്പുരാൻ്റെ ആയുസ് നീട്ടിത്തന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രി അച്ഛൻ്റെ വചനം കേൾക്കുവാൻ എനിക്ക് പ്രാപ്തി ഉണ്ടായത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ട പലരും മൺമറഞ്ഞു പോയി മണ്ണിൽ ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ പന്തലിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ സ്തോത്രം ഉയരട്ടെ. ഹല്ലേലൂയ പറയാനിടയാകട്ടെ. അത് കുന്നംകുളത്ത് വിലക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ട, എന്നാൽ ദൈവം നമ്പുരാന്റെ സന്നിധിയിൽ നാം ആരോഗ്യത്തോടെ ആയിരിക്കുമ്പോൾ നമ്മെ വെട്ടിക്കളയാറ് നിൽക്കട്ടെ ബലം കാഴ്ചകൾ എന്നുള്ള പ്രതീക്ഷയോടെ ഒരു ഊഴം കൂടെ ദൈവം നമ്പുരാൻ നമുക്ക് തന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ കൃതാർത്ഥതയോടെ നമുക്ക് ചേർന്ന് വരാം. പ്രിയപ്പെട്ട തിരുമേനി പറഞ്ഞതുപോലെ, വചനം നാം വായിക്കുന്നവരായിട്ടല്ല, വചനം നമ്മെ വായിക്കുവാൻ അനുവദിക്കുന്നവരായി, വചനത്താൽ രൂപാന്തരം പ്രാപിക്കുന്നവരായി തീരാൻ ഈ ദിവസങ്ങളിലെ വചനകൂടാരത്തിലെ നമ്മുടെ അനുഭവങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഷൈമോൻ ഇലിയാസച്ചൻ എന്നെ വിളിച്ച തീയതി എനിക്കറിയാം. അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു കുന്നംകുളം സെൻട്രൽ കൺവെൻഷന് വേണ്ടി. ഒരു ദിവസം പോലും മുടക്കിയില്ല. രാവിലെയും വൈകിട്ടും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കിയപ്പോഴും ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും
ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് ചേർന്ന് വന്നപ്പോഴൊക്കെ, ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും ഞാൻ അപ്രകാരം ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ്. പ്രാർത്ഥിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: തമ്പുരാനെ, വിതയ്ക്കപ്പെടുന്ന വചനത്തിന്റെ വിത്തുകളൊന്നും തന്നെ പതിരായി പോകാൻ പാടില്ല. അത് നാളത്തെ ഉച്ചവെയിലിൽ വാടിപ്പോകരുത്. അത് പക്ഷികൾ കൊത്തി ഇല്ലായ്മ ചെയ്യരുത്. അത് പാപമാകുന്ന മുള്ള ഞെരുക്കി നഷ്ടപ്പെടുത്തി കളയരുത്. അത് 30, 60, 100 മേനി വിളവുള്ള നല്ല ഫലം കായ്ക്കുന്ന അനുഭവമായി തീരണമേ എന്ന് ഹൃദയപൂർവമായ പ്രാർത്ഥനയോടെയാണ് ഈ വചനവുമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി സമയത്തിൻ്റെ പരിമിതി എൻ്റെ മുമ്പിൽ ഉള്ളത് കൊണ്ട് വളരെ പരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പ്രാർത്ഥനാപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29, 30 വാക്യങ്ങൾ. Gospel according to Saint Matthew chapter 11 verse 29 and 30. മത്തായി 11-ന്റെ 29, 30 വാക്യങ്ങൾ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. തലകളെ വണക്കാം പ്രാർത്ഥനയ്ക്കായി. നാഥാനിൻ വഴികൾ മറന്നു പോയതോർക്കരുതേ, ദേവാനിൻ മൊഴികൾ കടന്നു പോയതുമോർക്കരുതേ. നാഥാനിൻ വഴികൾ മറന്നു പോയതോർക്കരുതേ, ദേവാനിൻ മൊഴികൾ കടന്നു പോയതുമോർക്കരുതേ. ഇരുളകലാൻ കൃപയരുളൂ, പുതുവചനം ഇന്നു പകരൂ. ഇരുളകലാൻ കൃപയരുളൂ, പുതുവചനം ഇന്നു പകരൂ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ പാടിയ ഈ പാട്ടിൻ്റെ ഈരടികൾ ഞങ്ങളിൽ അന്വർത്ഥമാകുവാൻ തമ്പുരാൻ ഈ രാത്രി വചനത്താൽ ഞങ്ങളെ സന്ദർശിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നിന്റെ വഴികൾ ഞങ്ങൾ മറന്നുപോയിട്ടും നിന്റെ മൊഴികൾ കടന്നുപോയിട്ടും ഞങ്ങളെ വെട്ടാതെ നിർത്തുവാൻ അങ്ങയ്ക്ക് മനസ്സായത് കൊണ്ട് മാത്രമാണല്ലോ ഈ രാത്രി സൗഖ്യത്തോടെ ബലത്തോടെ ഈ വചനകൂടാരത്തിൽ ഞങ്ങൾ ചേർന്ന് വന്നത്. ഞങ്ങളുടെ കഴിവോ മിടുക്കുമൊന്നുമല്ല എന്ന് വിനയപൂർവ്വം ഓർക്കുവാൻ, ഞങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഓരോ സ്തോത്രം പറയുവാൻ തമ്പുരാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലെ ഇരുളുകളെല്ലാം അകന്നു പോകുവാൻ, പുതുകൃപയാൽ ഞങ്ങൾ നിറയപ്പെടുവാൻ, വചനത്താൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ, കർത്താവെ, ഞങ്ങൾ ആരും വന്നതുപോലെ മടങ്ങാനല്ല, ഒരു പുതുബലത്തോടെ, ഒരു പുതിയ ശക്തിയോടെ, ഒരു പുതിയ കൃപയോടെ, ഒരു പുതിയ അഭിഷേകത്തോടെ, ഒരു പുതിയ തീരുമാനത്തോടെ മടങ്ങിപ്പോകാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബലഹീനനെ ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ. അങ്ങേ നാമം മാത്രമേ ഈ രാത്രി മഹത്വപ്പെടണമേ. മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. പാലസ്തീനിലെ യഹൂദന്മാർ കാർഷിക വൃത്തിയിൽ ആശ്രയിച്ചവരായിരുന്നു. അവർ ഉഴുവാൻ ഉപയോഗിക്കുന്ന, ഭാരം ചുമക്കാൻ ഉപയോഗിക്കുന്ന, കാളകളുടെ, മൃഗങ്ങളുടെ മുതുകത്ത് വയ്ക്കുന്ന തടി കൊണ്ട് നിർമ്മിച്ച ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസാണ് നുകം എന്നറിയപ്പെടുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് ന്യായപ്രമാണം വള്ളിപുള്ളി തെറ്റാതെ അതിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതിനെ നുകത്തിൻ കീഴിലുള്ള ജീവിതവുമായി അവർ ബന്ധിപ്പിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്: അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. പരീശന്മാരെ കുറിച്ചുള്ള തമ്പുരാന്റെ വിമർശനാത്മകമായ നിരീക്ഷണമാണ്. ഇവിടെ യേശു നൽകുന്ന ക്ഷണം തികച്ചും വ്യത്യസ്തമായ ക്ഷണമാണ്. വരിക,
എൻ്റെ നുകം ഏൽക്കുക, എന്നിൽ നിന്ന് പഠിക്കുക, എനിക്ക് പൂർണ്ണമായി വിധേയപ്പെടുക. നിങ്ങളുടെ മേലുള്ള സകല നിയന്ത്രണവും ക്രിസ്തുവിനെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള വലിയ വിളിയാണ്, അർത്ഥാൽ വെല്ലുവിളിയാണ് തമ്പുരാൻ ഇവിടെ നമുക്ക് നൽകുന്നത്. ക്രിസ്തു തച്ചൻ്റെ മകനാണ്. നുകം നിർമ്മിച്ച് ഏറെ പരിചയമുള്ള വ്യക്തിയാണ് യേശു. തൻ്റെ നുകനിർമ്മാണത്തിൻ്റെ രീതി സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ നുകം മറ്റു നുകങ്ങളെ പോലെയല്ല. പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഇന്നലെ വരെ നിർമ്മിച്ച് നിങ്ങളുടെ ചുമലിൽ നിർബന്ധമായി വെച്ച് കെട്ടിയ ഭാരമുള്ള കഠിനമായ നുകങ്ങളെ പോലെയല്ല ഞാൻ നിർമ്മിക്കുന്ന നുകം. 30-ാമത്തെ വാക്യം അങ്ങനെയാ പറയുന്നത്, മൈ യോക്ക് ഈസ് ഈസി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്. എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകുന്നത് പോലെ ഞാൻ ഒരുക്കുന്ന നുകവും മൃദുവാണ്, സൗമ്യമാണ് എന്ന് യേശു തമ്പുരാൻ ഇവിടെ ഉറപ്പ് നൽകുകയാണ്. മറ്റൊരു പരിഭാഷയിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, മൈ യോക്ക് ഈസ് സ്വീറ്റ് എന്നാണ്. എൻ്റെ നുകം മധുരതരമാണെന്ന് തമ്പുരാൻ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം എൻ്റെ നുകനിർമ്മാണത്തിൽ ഒരു സ്നേഹപ്രമാണമുണ്ട്. എന്താണ് ആ സ്നേഹപ്രമാണം? ഉരുവിനെ പരിശോധിച്ചിട്ട് മാത്രമേ തമ്പുരാൻ നുകം നിർമ്മിക്കുകയുള്ളൂ. വെറുതെ ഒരു നുകം നിർമ്മിച്ച് അത് ചുമലിൽ വെച്ചു കെട്ടുന്നവനല്ല ഈ നല്ല തച്ചനായ ക്രിസ്തു. അനുയോജ്യമായ നുകം, താങ്ങാൻ പറ്റുന്ന നുകം, ചുമക്കാൻ പറ്റുന്ന ഭാരം, നമ്മുടെ സാധ്യതകൾ പരിഗണിച്ചുള്ള നുകം, എനിക്ക് സാധ്യമായത്, എനിക്ക് നിറവേറ്റാൻ കഴിയുമെന്ന് തമ്പുരാൻ ഉറപ്പുള്ളത്, ഹല്ലേലൂയ, നമ്മുടെ ചുമലിൽ വെക്കുന്നവനാണ് ഈ നുകനിർമ്മാതാവ് എന്നുള്ളത് നമുക്ക് എത്രയോ പ്രത്യാശ നൽകുന്ന അനുഭവമാണ്. എന്നിലൂടെ ഈ ഭൂമിയിൽ നിറവേറപ്പെടണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു നുകം മാത്രമാണ് എൻ്റെ ചുമലിൽ തമ്പുരാൻ വെക്കുന്നത്. നമുക്ക് നൽകപ്പെട്ട നിയോഗങ്ങളൊക്കെ തന്നെ ഹല്ലേലൂയ നമ്മിലൂടെ നിറവേറപ്പെടുമെന്ന് തമ്പുരാൻ ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ ചുമലിൽ ഈ നുകങ്ങൾ വെച്ചിരിക്കുന്നത് എന്നുള്ളത് നാം വിസ്മരിപ്പാനായിട്ട് പാടില്ല. അപ്പോൾ തമ്പുരാന് ഉറപ്പുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ മുതുകിൽ, നമ്മുടെ ചുമലിൽ, നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്നത്. നമ്മളത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. രണ്ടാമതായി ഒരു കാര്യം മറന്നു പോകരുത്, നുകം ചുമക്കുമ്പോൾ മൃഗം തനിച്ചല്ല എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. പാലസ്തീൻ നാട്ടിലൊക്കെ അങ്ങനെയാണ്. നുകമെടുത്ത് പരിചയമുള്ള ബലമുള്ള ഒരു ഉരുവിനോട് ചേർത്ത് അതിനെ കെട്ടും. ഹല്ലേലൂയ. ചെറിയ ഭാരം മാത്രമേ പുതിയ ഉരുവിൻ്റെ ചുമലിൽ വരികയുള്ളൂ. നുകം ചുമന്ന് പരിചയസമ്പന്നനായ ഒരു മൃഗത്തെ ചേർത്ത് കെട്ടുന്ന ഒരു ക്രിസ്തു, അത് മറ്റാരുമല്ല, പൊന്നുതമ്പുരാൻ തന്നെയാണ്. നമ്മുടെ നുകത്തിൻ്റെ ഒരു വശത്ത് പരിചയസമ്പന്നനായ ഒരാളുണ്ട് എന്നുള്ളത് എത്ര ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. എന്തൊരു ബലമാണത്, എന്തൊരു ശക്തിയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകപ്പെട്ട നുകം നാം ഒറ്റയ്ക്ക് ചുമക്കേണ്ട നുകമല്ല. നുകം നൽകിയവൻ ഒപ്പമുണ്ട്. ഹല്ലേലൂയ. പാർട്ട്ണർഷിപ്പ് ഇൻ മിഷനാണ് ഇത്. കർത്താവിനോട് ചേർന്നുള്ള ശുശ്രൂഷയാണ്. നാം തനിയെ ചെയ്യേണ്ട നിയോഗങ്ങളല്ല. നിയോഗം നൽകിയവൻ ഒപ്പമുണ്ട്. മലമുകളിൽ വെച്ച് കർത്താവ് അരുളപ്പാട് നൽകിയപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കുക എന്ന് പറയുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നാം വായിക്കുന്നുണ്ട്. അവിടെ നാം ആവർത്തിച്ച് വായിക്കുന്ന ഒരു സത്യമുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നാം ഈ വാക്യം പലപ്പോഴും രോഗശീൽ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുമ്പോഴോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ കാണുമ്പോഴോ ഒക്കെ നാം ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്യമാണിത്. തമ്പുരാൻ അങ്ങനെ പറഞ്ഞ വാക്യമല്ല. തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് താൻ നൽകിയ നിയോഗം പൂർത്തിയാക്കാൻ അവരെ അഭിഷേകം ചെയ്ത മലമുകളിൽ നിന്ന് അവരെ പറഞ്ഞയക്കുമ്പോൾ വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞ ഒരു വലിയ വാഗ്ദാനമാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. നിങ്ങൾക്ക് കൽപ്പിച്ച് നൽകിയ ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകളൊക്കെ നിറവേറ്റുവാൻ നിങ്ങൾ സമർപ്പിതനാണെങ്കിൽ ആ നിയോഗം നൽകിയ ഞാൻ ഹല്ലേലൂയ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നാം പലപ്പോഴും അത് വിസ്മരിച്ചു പോയത് കൊണ്ട്, തനിയെ ചെയ്യാൻ തത്രപ്പെടുന്നത് കൊണ്ട്,
നമുക്കത് തിരിച്ചറിയാനൊന്നും കഴിയാതെ പോകുന്നത് കൊണ്ട്, നമ്മളിന്നും പലതും അസാധ്യമാണെന്ന് കരുതുന്നത് കൊണ്ട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴികളിലൊക്കെ പിഴവുകൾ സംഭവിക്കുകയാണ്. മറ്റൊരു കാര്യം ഇവിടെ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ നുകത്തെ സ്നേഹത്തോടെ നിങ്ങൾ കാണണം. മൈ യോക്ക് ഈസ് ഓൾവേസ് എ യോക്ക്. പ്രമാണിക്കേണ്ട കൽപ്പനകൾ തന്നെയാണ്. അത് സ്നേഹത്തോട് മാത്രമേ ഏറ്റെടുക്കാൻ പാടുള്ളൂ. 1 യോഹന്നാൻ 5:3 നാം ഇങ്ങനെ വായിക്കുന്നു: അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളതല്ല. അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ള കൽപ്പനകളല്ല. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിലൂടെയെല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ എന്ന് ഭക്തൻ പാടിയത് അതുകൊണ്ട് മാത്രമാണ്. ഇതൊരു വിളിയാണ് പ്രിയരെ, ഇതൊരു വെല്ലുവിളിയാണ്, ഇതൊരു ഉത്തരവാദിത്തമാണ്, ഇതൊരു നിയോഗമാണ്. നുകത്തിന് കീഴിലുള്ള ശുശ്രൂഷയാണ്, നുകത്തിന് വിധേയപ്പെടേണ്ട ജീവിതമാണ്. അതിനെ ഭാരമായി, അതിനെ ചുമടായി കാണാതെ നുകം നൽകിയ ക്രിസ്തുവിനോടുള്ള ആഴമേറിയ സ്നേഹത്തിൽ നാം ഇതിനെ കാണുമ്പോൾ മാത്രമേ നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഫലപ്രദമായി തീരുകയുള്ളൂ എന്നുള്ളത് നാം വിസ്മരിപ്പാനായിട്ട് പാടില്ല. പൗളിയോ ബ്രവറ്റിന്റെ കഥ നമുക്കറിയാം. പൗളിയോ ബ്രവറ്റിന്റെ കഥ എന്താണ്? നാം കേട്ടിട്ടുള്ളതാണ് ഒരുപാട് പ്രാവശ്യം. പോളിയോ ബാധിച്ച് ജ്യേഷ്ഠനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആരോ ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഇതൊരു ഭാരമല്ലേ നിനക്ക്? അപ്പോൾ പറയുന്ന മറുപടി ഇതാണ്: ഇത് ഭാരമല്ല, ഇതെന്റെ ജ്യേഷ്ഠനാണ്, ഇതെന്റെ സഹോദരനാണ് എന്നാണ്. സ്നേഹത്താൽ നിറവേറ്റേണ്ട ശുശ്രൂഷകൾ മാത്രമേ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ ആ ഭാഗത്ത് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. തമ്പുരാന്റെ നുകം ചുമക്കുന്നവർക്ക് ഒരു വലിയ ഉറപ്പുണ്ട്. എന്താണ്? 11 അധ്യായത്തിന്റെ 29 വാക്യം നാം വായിക്കുന്നത്: യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾസ് എന്നാണ്. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. തമ്പുരാന്റെ നുകം ചുമക്കുന്നവർക്കൊക്കെ ആശ്വാസം കിട്ടും. നിന്റെ അകത്തെ മനുഷ്യന് സ്വസ്ഥത കിട്ടും. നിന്റെ അകത്തെ മനുഷ്യന് സമാധാനം കിട്ടും. നീ പ്രത്യാശയിൽ നിറയപ്പെടും. കാരണം നുകം നൽകിയവൻ, നുകം ചുമലിൽ വെച്ചവൻ നിന്നോടൊപ്പമുള്ളത് കൊണ്ട് അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രത്യാശയിൽ അവൻ നിന്നെ നിറയ്ക്കുമെന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട വളരെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ് ഈ വചനത്തിലൂടെ തമ്പുരാൻ നമ്മോട് ഈ രാത്രി കൽപ്പിക്കുന്നത്. എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ടേക്ക് അപ്പ് മൈ യോക്ക് ആൻഡ് ലേൺ ഫ്രം മീ. നാം എന്താണ് പഠിക്കേണ്ടത്? നാം പഠിക്കേണ്ട പാഠങ്ങൾ എന്താണ്? അതാണ് ഈ രാത്രി ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്നത്. നാം കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ കേട്ടത് മറന്നുപോയത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് ആ ചിന്തകൾ വീണ്ടും പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വചനവുമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രഘോഷിക്കുന്ന വചനം, നിങ്ങളുടെ കയ്യിലുള്ള വചനം ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. നാം അത് വിസ്മരിപ്പാനായിട്ട് പാടില്ല. ഇരുവായ് തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങളെയും പ്രഘോഷിക്കുന്നതിനെയും ഒരുപോലെ ന്യായം വിധിക്കുന്ന വചനമാണിത്. കേൾക്കുന്ന നിങ്ങളും പ്രഘോഷിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന വചനത്തിന് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. നമുക്ക് തെറ്റിയൊഴിയാൻ ഒരിക്കലും സാധ്യമല്ല. There is no shortcuts in Christian life. ക്രിസ്തീയ വഴികളിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും കുറുക്കു വഴികളില്ല പ്രിയരെ. നാം അത് ഒരിക്കലും വിസ്മരിപ്പാനായിട്ട് പാടില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിപ്പനെന്നാണ്, ഫോളോ മീ എന്നാണ്. എൻ്റെ ഉപദേശങ്ങളെ, എൻ്റെ മതത്തെ, എൻ്റെ തത്വശാസ്ത്രത്തെ അല്ല, എന്നെ തന്നെ അനുഗമിപ്പൻ, ഫോളോ മീ. അങ്ങനെ പറഞ്ഞ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ഇവിടെ യേശു പറയുന്നതും അതിനോട് സമാനമായ ഒരു ചിന്തയാണ്. ലേൺ ഫ്രം മീ എന്നാണ്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ പഠിക്കണം, എന്നിൽ നിന്ന് പഠിക്കണം. എന്താണ് പഠിക്കേണ്ട പാഠങ്ങൾ? ഒന്നാമത്തെ പാഠം, നിങ്ങളുടെ എൻ്റെ താഴ്മയെ പഠിപ്പിനെന്നാണ്. ലേൺ മൈ ഹ്യൂമിലിറ്റി. അണ്ടഘടാങ്ങളെ സൃഷ്ടിച്ച് സകലത്തിൻ്റെയും അധികാരി, വേഷത്തിൽ മനുഷ്യനായി തീർന്ന ക്രിസ്തു നമ്മോട് പറയുന്നു, നിങ്ങളുടെ എൻ്റെ താഴ്മയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാഠമാക്കണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃകയാക്കണം. പൗലോസ് അപ്പോസ്തലൻ റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഷ്ടത സഹിക്കുവാൻ, വേദനയിൽ പരാതി പറയാതെ അതിനെ ഏറ്റെടുക്കുവാൻ, ഇരുമ്പോടാമ്പലുകൾക്കുള്ളിൽ ഇരുട്ടുള്ള അനുഭവങ്ങളിൽ കഴിയേണ്ടി വരുമ്പോൾ അതിൽ പ്രത്യാശയോടെ അതിനെ കാണുവാൻ പൗലോസിന് സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് അതിന് രഹസ്യം ഫിലിപ്പിയർ 2:5 പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്.
എന്നാണ് അവിടെ വായിക്കുന്നത്. ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം കാട്ടിയ ക്രിസ്തുവിൻ്റെ താഴ്മയുടെ പാഠം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃകയാക്കി മാറ്റുവാനിടയാകണം. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് 12 ശിഷ്യന്മാരുടെയും പാദങ്ങൾ കഴുകുന്ന ആ ദാസന്റെ ഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഭാവമായി മാറണം. നമുക്കൊന്ന് ആവശ്യം പ്രിയരെ, കൈകഴുകി കളയുന്ന പീലാത്തോസിന്റെ അധികാരമല്ല. നമുക്കൊന്ന് ആവശ്യം കാല് കഴുകാൻ മനസ്സുള്ള ക്രിസ്തുവിന്റെ ആധികാരികതയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, നമുക്കൊന്ന് ആവശ്യം കൈകഴുകി കളയുന്ന പീലാത്തോസിന്റെ അധികാരങ്ങളല്ല. നമുക്കൊന്ന് ആവശ്യം കാല് കഴുകാൻ മനസ്സുള്ള ക്രിസ്തുവിന്റെ ആധികാരികതയാണ്. ഒരു തുണ്ട് അപ്പവും ഒരു മുറി അപ്പവും ഒരു തുള്ളി വീഞ്ഞും നാവിൽ പകർന്നു വെച്ചിട്ട് അന്ത്യത്താഴ വേളയിൽ കർത്താവ് പറഞ്ഞത്, എന്നെ ഭുജിപ്പിനെന്നല്ലേ, ഇത് ഞാനാണ്. ഒരു ദൈവത്തിന് ഇത്രയും ചെറുതാകാൻ കഴിയുമോ പ്രിയരെ? പിറക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ലല്ലോ. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നല്ലേ നാം വായിക്കുന്നത്. യാത്ര ചെയ്യാൻ വാഹനമുണ്ടായിരുന്നില്ല. ഒരു കഴുതയുടെ ചുമലിലല്ലേ വാഹനമേറിയത്. കരം കൊടുക്കാൻ പണമുണ്ടായില്ല. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നല്ലേ കരം കൊടുത്തത്. അടക്കാൻ ഒരു അങ്കുലം മണ്ണുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന്റെ അവകാശമല്ലേ മരിച്ചാൽ അടക്കപ്പെടാൻ അല്പം മണ്ണ് വേണമെന്ന്, അതുപോലും ഉണ്ടായില്ലല്ലോ. വില്യം ബാർക്കിൾ എഴുതി വെക്കുന്നത് എത്ര സത്യമാണ്. ക്രിസ്തുവിന് സ്വന്തമെന്ന് പറയാൻ അല്പം ഇടം ലഭിച്ചുവെങ്കിൽ അത് പച്ചമര കുരിശിൽ മാത്രമാണ്. ക്രൂശിൽ മാത്രമാണ് തമ്പുരാന് സ്വന്തമെന്ന് പറയാൻ ഒരിടം ലഭിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പാഠമാണ് നാം പഠിക്കേണ്ടത്. അബ്രഹാം പിതാവിനെ നമുക്കറിയാം. മമ്മരുടെ തോപ്പിലിരിക്കുമ്പോൾ തൻ്റെ മുമ്പിലൂടെ കടന്നു വരുന്ന ദൈവപുരുഷന്മാരെ കണ്ട് ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു വന്നാണ്. ഇനിയും കുനിയണമെങ്കിൽ മണ്ണ് മാറ്റണം. ദ മാക്സിമം പോസിബിൾ ഹ്യൂമിലിറ്റിയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നീയോട് സ്തോത്രം. അബ്രഹാമേ, നീ വിശ്വാസികളുടെ പിതാവായി എണ്ണപ്പെട്ടുവെങ്കിൽ അതിന് രഹസ്യം എന്താണ് ചോദിച്ചാൽ അബ്രഹാം പറയും, 100-ാമത്തെ വയസ്സിലും കുനിയാനുള്ള ഒരു മനസ്സുണ്ടായത് കൊണ്ടാണ്. മടങ്ങുന്ന കാൽമുട്ടുകളും വണങ്ങുന്ന ശിരസ്സുമുള്ളവന് മാത്രമേ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. മോശയുടെ ജീവിതം നാം പഠിക്കുമ്പോൾ അങ്ങനെയല്ല, ഞാൻ പരാമർശിച്ചു വിടുകയാണ്. വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു, ഭൂതലത്തിലേക്ക് വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യൻ. ആവർത്തന പുസ്തകം അവസാന അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ ഇപ്രകാരം ഒരു ശ്രേഷ്ഠമായ സാക്ഷ്യം പറയുന്നുണ്ട്. എന്താണ്? യഹോവ അഭിമുഖമായി എറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ, ഹല്ലേലൂയ, പിന്നെ ഇസ്രായേൽ ഉണ്ടായിട്ടില്ല എന്നാണ്. The most incomparable personality in the history of Israel എന്നാണ്. യഹോവ അഭിമുഖമായി എറിഞ്ഞ് മോശയെ പോലെ ഒരു പ്രവാചകൻ പിന്നെ ഇസ്രായേൽ ഉണ്ടായിട്ടില്ല. ഇൻകംപാരബിൾ, മാച്ച്ലെസ്, അതുല്യനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരാൻ മോശെ നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ മോശയുടെ ജീവിതം നമ്മോട് ഇപ്രകാരം പറയും: സൗമ്യതയോടെ, സാവധാനതയോടെ, താഴ്മയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നുവെന്ന്. എൻ്റെ പണ്ടത്തെ നാളുകളെ എനിക്ക് വിസ്മരിപ്പാനായിട്ട് സാധ്യമല്ല. എൻ്റെ ഭവനത്തിലേക്ക്, ഇശായിയുടെ ഭവനത്തിലേക്ക് ശമൂവേൽ തൈലൊക്കുമായി വന്നപ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുവൻ രാജാവാകുമെന്ന് എൻ്റെ അപ്പൻ വ്യാമോഹിച്ചതാണ്. ഏലിയാബിനെ മുമ്പിൽ നിർത്തി, അബീനാദാബിനെ രണ്ടാമന് നിർത്തി, ശമ്മയെ മൂന്നാമന് നിർത്തി, 4-ാമനും 5-ാമനും 6-ാമനും 7-ാമനുമായ മക്കളെയെല്ലാം നിരത്തി നിർത്തി. അപ്പൻ ചിന്തിച്ചു, ഇതിലൊരുവൻ രാജാവാകുമെന്ന്. 7 പേരെയും കഴിഞ്ഞപ്പോൾ ശമൂവേൽ ദൈവാത്മാവിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദാവീദ് പറയുന്നത്, എൻ്റെ പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. 143-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യമാണ്. അടിവരയിടണം പ്രിയരെ. എന്താ കാരണം? ശമൂവേൽ ചോദിക്കുന്നു, ഇനിയും നിനക്ക് മക്കളുണ്ടോ? ഉണ്ട്, ഒരുവനുണ്ട്. എവിടെയാണവൻ? അവൻ വനാന്തരങ്ങളിലാണ്. ഹി ഈസ് നോട്ട് പ്രസന്റബിൾ ബിഫോർ എനിവൺ. അവൻ ആരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ പര്യാപ്തമായതൊന്നുമില്ല. എൻ്റെ മക്കളിൽ ഒരുവനായി ഞാൻ അങ്ങനെ വലിയ ഗൗരവമായി കാണാറില്ല. അവൻ അട്ടുപറ്റത്തോടൊപ്പം പാർക്കുന്നവനാണ്. അവനെ വിളിപ്പിൻ. ഹല്ലേലൂയ, ദൈവത്തിന് നീയോട് സ്തോത്രം. ദാവീദ് തന്റെ ബാല്യക്കാരുടെ പക്കൽ ആട്ടുപറ്റത്തെ ഏൽപ്പിച്ച് കാണും. അല്ലെങ്കിൽ താൻ അതിവേഗം ആലയിലേക്ക് ആടുകളെ ചേർത്ത് കാണും. തന്റെ വീടിനുള്ളിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച, യാഗപീഠം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ശമൂവേൽ ആത്മനിറവിൽ തൈലൊക്കുമ്പുമായി നിൽക്കുകയാണ്.
ശമൂവേൽ ദാവീദിനെ അരികിലേക്ക് വിളിച്ച് അവന്റെ ശിരസ്സ് കുനിച്ചു പിടിച്ച് അഭിഷേകതയിലും ഒഴിച്ചപ്പോൾ ദാവീദ് ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദാവീദ് പ്രകാരം ഓർക്കുന്നു. ഹല്ലേലൂയ. എന്താ ദാവീദ് പറയുന്നത്? പണ്ട് ഞാൻ നടന്നത് വനാന്തരങ്ങളിലൂടെയാണ്, ഞാൻ ഇരിക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. പണ്ട് ഞാൻ ഇരുന്നത് മലഞ്ചെരുവിലും വൃക്ഷക്കൊമ്പിലുമാണ്, ഞാൻ ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്. പണ്ടെൻ്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു, എൻ്റെ കയ്യിലുള്ളത് രാജാവിൻ്റെ ചെങ്കോലാണ്. പണ്ടെൻ്റെ ശിരസിലൊരു തലപ്പാവുണ്ടായിരുന്നു, എൻ്റെ ശിരസിലുള്ളത് രാജകിരീടമാണ്. പണ്ട് ഞാൻ നഗ്നപാതനായി നടന്നവനാണ്, എൻ്റെ കാലിൽ രാജാവിൻ്റെ ചെരുപ്പുണ്ട്. ഓ, ഐ റിമെമ്പർ മൈ പാസ്റ്റ്. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. വിനയത്തോടെ താഴ്മയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് മാത്രമേ കർത്താവിൻ്റെ വഴിയിൽ സഞ്ചരിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ മുഖം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്, എന്നോടൊപ്പം പഠിക്കണമെന്ന് തമ്പുരാൻ പറയുമ്പോൾ ഈ രാത്രി ഒന്നാമതായി നാം പഠിക്കേണ്ടത് അവൻ്റെ താഴ്മയെ മാത്രമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരത്തുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വർഗീസ് ചെമ്മാശനുണ്ട്. ഒരു പ്രത്യാശ ഭവന്റെ സ്ഥാപക പ്രവർത്തകനാണ് വർഗീസ് ചെമ്മാശൻ. യാക്കോബായ സഭയിലെ ഒരു ചെമ്മാശനാണ്. ഞാൻ ആ സ്ഥാപനത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. 50-ലധികം മാനസിക ഭ്രാന്തിയുള്ള പുരുഷന്മാരും സ്ത്രീകളും പാർക്കുന്ന ഒരു അഭയകേന്ദ്രമാണ് പ്രത്യാശ ഭവൻ. വർഗീസ് ചെമ്മാശൻ എന്നെ ഒരിക്കൽ വിളിക്കുന്നു. ഞാൻ ആലുവയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, ഷാജിയച്ചനല്ലേ? ഞാൻ പറഞ്ഞു അതെ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കൺവെൻഷൻ ഉണ്ട്, അച്ഛൻ ഒരു ദിവസം വന്നൊന്ന് പ്രസംഗിക്കാമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അച്ഛാ, ഞാനൊരു ദിവസം വരാം. ഏത് ദിവസമാണ്? അച്ഛൻ പറയുന്ന ദിവസം ഞാൻ വരാം. ഞാൻ ആ സ്ഥാപനം കാണാൻ സന്ദർശിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അച്ഛൻ വന്നാട്ടെ. അച്ഛൻ പറഞ്ഞ ദിവസം ഞാൻ പോയി. എൻ്റെ മുമ്പിലിരിക്കുന്നത് 51 മാനസിക ഭ്രാന്തിയുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ്. 27 സ്ത്രീകളുണ്ട്, 24 പുരുഷന്മാരുണ്ട്. ഇതുപോലെ വലിയ ഗായക സംഘമൊന്നുമില്ല. അവിടെ വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന ചില സഹോദരന്മാർ നിന്ന് തമ്പേരടിച്ച് പാട്ടുപാടുന്നുണ്ട്. ഈ പ്രിയപ്പെട്ടവർ അതിനോടൊപ്പം താളമില്ലെങ്കിലും കൈകൊട്ടുന്നുണ്ട്, ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു, ദൈവം എന്താ ശാന്തമായി അവർ ഇരിക്കുകയാണ്. അവർ മാനസിക ഭ്രാന്തി ഉള്ളവരാണെന്ന് നമുക്കൊരിക്കലും കണ്ടാൽ മനസ്സിലാകില്ല. അത്രമാത്രം ദൈവകൃപയിൽ പൊതിയപ്പെട്ടവരാണ് ഈ 51 പേരും. ഞാൻ വചന ശുശ്രൂഷ ആരംഭിച്ചു. സാധാരണ പ്രസംഗം പോലെ എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ദൈവാത്മാവിനെ ഒരുപാട് ബലപ്പെടുത്തിയ മറക്കാൻ പറ്റാത്തൊരു ദിവസം. അത് കഴിഞ്ഞ് പറഞ്ഞു, അച്ഛാ ഇന്ന് കഞ്ഞിയാണ്, അച്ഛന് പ്രശ്നമില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഈ പ്രിയപ്പെട്ടവരോട് ചേർന്ന് കഞ്ഞി കുടിക്കുക. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അച്ഛാ, അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഈ പ്രിയപ്പെട്ടവരുടെ കൂടെ മെസ്സിൽ പോയി ഞാൻ കഞ്ഞിയും പേരും കുടിച്ചു പ്രിയരെ. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ ഞാൻ ഏറെ നേരം ഷമ്മാശനോട് ഞാൻ ഏറെ നേരം സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, ഷമ്മാശ എങ്ങനെയാണ് തുടങ്ങിയത്? 28ാമത്തെ വയസ്സിൽ, അതായത് 23 വർഷങ്ങൾക്ക് മുൻപ് വഴിയിൽ കണ്ട ഒരു മാനസിക ഭ്രാന്തിയുടെ ഒരു അപ്പച്ചനെ എന്നെ സൈക്കിളിൽ കയറ്റിയിരുത്തി വീട്ടിൽ കൊണ്ടുവന്ന് ആരംഭിച്ച ശുശ്രൂഷയാണ് ചായത്. ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ ആ അപ്പനെ കിടത്തി ഞാനും ഭാര്യയും പുറകിലെ ചായ്പുരയിട്ട് ഇറങ്ങിക്കിടന്നു. കൊച്ചു കുഞ്ഞുങ്ങളാണ്, 2 പെൺമക്കളാണ്. അങ്ങനെ ആരംഭിച്ച ശുശ്രൂഷയാണ്. ഈ സ്ഥാപനം നിൽക്കുന്നത് എൻ്റെ സ്വത്തിലാണ്. എനിക്ക് എൻ്റെ അപ്പൻ വീരം തന്ന വസ്തുവാണിത്. ഇത് മുഴുവൻ ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. 2 കെട്ടിടങ്ങൾ പണിതു, ഞാനിവിടെ പാർക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആർക്കും വേണ്ടാത്ത, ആരുമില്ലാത്ത 51 പേരെ പാർപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്ന പ്രത്യാശ ഭവൻ. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, ഷമ്മാശനായിട്ട് എത്ര വർഷമായി? അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ ഷമ്മാശനായിട്ട് 5 വർഷമായി. യാക്കോബായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ എൻ്റെ ശുശ്രൂഷ കണ്ടിട്ട് താല്പര്യപ്പെട്ട് എനിക്ക് നൽകിയ നിയോഗമാണിത്. ഞാൻ സെമിനാരി പഠിച്ചിട്ടില്ല അച്ഛാ, ഞാൻ 10ാം ക്ലാസ് മാത്രം പഠിച്ചയാളാണ്. സെമിനാരി വിദ്യാഭ്യാസം ഇല്ല എനിക്ക്. അതുകൊണ്ട് പ്രത്യേകമായി എനിക്ക് ഒരു നിയോഗമായി എനിക്ക് നൽകിയതാണ് ഈ ഷമ്മാശ സ്ഥാനം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, അപ്പോൾ ഷമ്മാശൻ ഇനിയും എന്നാ കശീശയാകുക? ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? നിങ്ങൾ വിശ്വസിക്കണം പ്രിയരെ, ഷമ്മാശൻ പറഞ്ഞ മറുപടി കേൾക്കണോ? തമ്പുരാൻ എന്നെ ഏൽപ്പിച്ച നിയോഗം പോലും നിറവേറ്റാൻ എനിക്കിന്ന് വരെ കഴിയുന്നില്ല. ഒരു ഷമ്മാശനായി
അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ശുശ്രൂഷ നിറവേറ്റാൻ ഇന്ന് വരെ കഴിയാത്ത എനിക്ക് ഒരു കശീശ ആകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ എന്ത് അവകാശം വെച്ചാ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇന്ന് ഈ പന്തലിൽ പ്രസംഗിക്കേണ്ടിയിരുന്നത് ഈ ഷമ്മാശൻ തന്നെയല്ലേ? ഒരു ഷമ്മാശനായി എന്നെ നിയോഗിച്ച സഭ, ദൈവം, അതുപോലും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നും ചെയ്യാൻ കഴിയാതെ പോകുന്ന എനിക്ക് ഒരു പൂർണ്ണ പട്ടക്കാരനാകാൻ എന്തവകാശം? ഇത് മതിയച്ചാ, ഇത് മതി, ഇങ്ങനെ തുടർന്നാൽ മതി. തന്റെ മൂത്ത മകൾ കാനഡയിലായിരുന്നു, നേഴ്സിംഗ് ശുശ്രൂഷ ചെയ്ത മകൾ തിരികെ വന്ന് അപ്പൻ്റെ കൂടെയുണ്ട്. രണ്ടാമത്തെ മകൾ തെലങ്കാന യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി PhD ചെയ്യുകയാണ് സ്കോളർഷിപ്പോടെ. അവളും അപ്പൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ വഴികളിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ താഴ്മയുടെ പാഠം പഠിപ്പാൻ ഇനിയുമെങ്കിലും കഴിയണം. നമ്മളൊക്കെ എന്തോ ആയെന്നുള്ള ചിന്ത നമ്മളെ വല്ലാതെ ഭരിക്കുന്നുണ്ട്. നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ഭാവത്തിലും നമ്മുടെ നടപ്പിലും നമ്മുടെ സമീപനങ്ങളിലുമൊക്കെ നമുക്കൊന്ന് താഴാൻ, ഒന്ന് വിനയപ്പെടാൻ, ഒന്ന് തലകുനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം എന്ത് പഠിച്ചു ഇന്ന് വരെ? 20 സംവത്സരങ്ങൾ വചനകൂടാരത്തിൽ ഇരുന്നിട്ട് നാം എന്ത് പഠിച്ചു? കോവിഡിലൂടെ നാം കടന്നുപോയിട്ടും നാം എന്ത് പഠിച്ചു? ഒന്നും പഠിച്ചില്ലല്ലോ പ്രിയരെ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. കർത്താവ് നമ്മോട് രണ്ടാമതായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ലേൺ മൈ ഫോർഗീവ്നെസ്, എൻ്റെ ക്ഷമയെ നിങ്ങൾ പഠിക്കണം എന്നാണ്. ക്രൂരമായി തന്നെ ഉപദ്രവിക്കുന്നവർ, ചാട്ടവാര കൊണ്ടുള്ള അടി, കുന്നം കൊണ്ടുള്ള കുത്ത്, മുഖത്ത് തുപ്പൽ, മുതുക് ഒഴിവുചാൽ പോലെ കീറി, കുടിക്കാൻ അവസാനം മരിക്കും മുമ്പ് ഒരു തുള്ളി വെള്ളം ഒരുവന്റെ നാവിൽ നുണയ്ക്കാൻ കഴിയുക അവൻ്റെ അവകാശമല്ലേ? അതുപോലെ നിഷേധിക്കപ്പെട്ട ക്രിസ്തു ആരോടും കയ്പും വിദ്വേഷവുമില്ലാതെ ഇപ്രകാരം ഒഴിഞ്ഞില്ലേ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പൗലോസ്ലീഹ എഫെസോസിലെ സഭയോട് ഇപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പനെന്നാണ്. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പനെന്നാണ്. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതിൻ്റെ ആഴം നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആരോടും പകയോടെ വിദ്വേഷത്തോടെ ജീവിപ്പാനായിട്ട് സാധ്യമല്ല. ഗിരിപ്രഭാഷണത്തിൽ തമ്പുരാൻ പറഞ്ഞത് അപ്രകാരമല്ലേ? സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇത് വെറുതെ ആലങ്കാരികമായ ഭാഷയിൽ തമ്പുരാൻ പറഞ്ഞു വെച്ച വചസ്സുകളല്ലല്ലോ പ്രിയരെ. നമ്മുടെ ജീവിതത്തിൽ നാം ഇതിനെ എത്രമാത്രം ഗൗരവമായി കാണാറുണ്ട്. കോപിക്കുന്നവൻ ന്യായവിധിക്ക് വിഷയീഭവിക്കും. നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് ഇരയായിത്തീരും. നമ്മൾ എത്ര പേർ ഈ വചനത്തെയൊക്കെ ഇന്ന് വരെ ഗൗരവമായി എടുത്തിട്ടുണ്ട് പ്രിയരെ? നമുക്കിന്നും പകയോടെ വിദ്വേഷത്തോടെ മാത്രമേ വർത്തിക്കാൻ കഴിയുന്നുള്ളല്ലോ. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, നീ വഴിപാടുമായി യാഗപീഠത്തിങ്കൽ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നീ വഴിപാടർപ്പിക്കാൻ പാടില്ല. യു ആർ നോട്ട് വർതി ടു വർഷിപ്പ് ഗോഡ്. ഹല്ലേലൂയ. നീ ആദ്യം വഴി അർപ്പിക്കേണ്ട വഴിപാട് നിരപ്പന്റെ വഴിപാടാണ്, അനുരഞ്ജനത്തിന് വഴിപാടാണ്. ഇത് കേൾക്കാത്ത വചനമൊന്നുമല്ല, എത്രയോ നാം കേട്ട വചനങ്ങൾ തന്നെയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ അയോഗ്യമായി അപ്പം തിന്നാൻ പാടില്ല, അയോഗ്യമായി പാനപാത്രം ഭക്ഷിപ്പാനായിട്ട് പാനപാത്രം ഭുജിക്കാൻ പാടില്ല, അയോഗ്യമായി നിങ്ങൾ അപ്പം തിന്നരുത്, പാനപാത്രം കുടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അർത്ഥവും ഇതിനോട് ചേർത്ത് നാം ചിന്തിക്കണം. പകയും വിദ്വേഷവും ഉള്ളിൽ പുലർത്തിക്കൊണ്ട് നാം ഒരു കാരണവശാലും കർത്താവിന്റെ മേശയിലേക്ക് അടുത്തു വരാൻ നമുക്ക് അനുവാദമില്ല. ക്ഷമിക്കാൻ കഴിയാതെ, പൊറുക്കാൻ കഴിയാതെ, മറക്കാൻ കഴിയാതെ നീ അപ്പവീഞ്ഞുകൾ സ്വീകരിപ്പാൻ ധൈര്യപ്പെട്ടാൽ നീ സ്വീകരിക്കുന്നത് ശിക്ഷാവിധിയാണ് എന്നുള്ളത് ഇനിയെങ്കിലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, there is no shortcuts in Christian life.
ക്രിസ്തീയ ജീവിത വഴികളിൽ കുഴുക്കു വഴികളൊന്നുമില്ല, എളുപ്പമാർഗങ്ങളൊന്നുമില്ല. വില കൊടുക്കാൻ തയ്യാറുള്ളവന് മാത്രമേ കർത്താവിൻ്റെ പാതയിൽ സഞ്ചരിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. പഴയ നിയമത്തിലെ ക്രിസ്തുവല്ലേ ജോസഫ്? ജോസഫിന്റെ ജീവിതം നമുക്കൊരു പാഠമല്ലേ? 45-ാം അധ്യായം, ജോസഫിന്റെ സഹോദരന്മാർ പട്ടിണി കൊണ്ട് തകർന്ന് തരിപ്പണമായി ഒന്നുമില്ലാത്തവരെ പോലെ, യാചകരെ പോലെ തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് കൊല്ലുവാൻ വാളോങ്ങിയ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് ഇസ്മായിലെ കച്ചവടക്കാരെ അടിമച്ചരക്കായി വിറ്റടിച്ച് തൻ്റെ ഈ സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യാൻ എല്ലാ വിധത്തിലും അവസരം കൈവന്നപ്പോൾ ജോസഫ് പറയുന്ന സുവിശേഷം എന്താണ്? ഹല്ലേലൂയ. 45-ാം അധ്യായം നാം അങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എന്നെ തള്ളിയതല്ല, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതല്ല, നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ല, നിങ്ങൾ എന്നെ വിറ്റതല്ല. ഓ ഹല്ലേലൂയ. നാം അത് വായിച്ചു കൊള്ളണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 7-ാം വാക്യത്തിൽ ജോസഫ് ഇപ്രകാരം പറയുന്നു: ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി ഈ മിസ്രയീമിലേക്ക് അയച്ചതാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം പട്ടുപോകാതിരിപ്പാൻ, നമ്മുടെ അപ്പൻ വ്യസനത്തോടെ മരിക്കാതിരിക്കാൻ, നാം ശപിക്കപ്പെട്ടവരാ തീരാതിരിപ്പാൻ ദൈവം തമ്പുരാൻ ഒരുക്കിയ പദ്ധതിയാണിത്. ഹല്ലേലൂയ. സഹോദരങ്ങളോട് ക്ഷമിക്കുന്ന ഒരു ജോസഫ് തന്നെ തന്നെ അടക്കുവാൻ കഴിയാതെ, തന്നെ തന്നെ അടക്കുവാൻ വഹിയാതെ വാവിട്ട് കരഞ്ഞ് ഇപ്രകാരം സുവിശേഷം പ്രസംഗിക്കുന്ന ജോസഫിന്റെ ജീവിതം നമുക്കൊരു പാഠമാകട്ടെ. തന്റെ മക്കളിൽ ഒരുവനിട്ട പേര് മനശ്ശെ എന്നല്ലേ? മനശ്ശെ എന്ന വാക്കിന്റെ അർത്ഥം മറക്കാനായി ദൈവം മെനഞ്ഞവനെന്നാണ്. അപ്പൻ മാത്രമല്ല മറക്കാനും പൊറുക്കാനും തയ്യാറായത്, തന്റെ തലമുറയും അപ്രകാരം മറക്കണം പൊറുക്കണമെന്ന് ആഗ്രഹിച്ച ഒരപ്പനെയാണ് നമുക്ക് ജോസഫിൽ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് ആവശ്യം മനശ്ശെമാരെയാണ്, ദൈവത്തിന് ആവശ്യം ജോസഫ്മാരെയാണ്. ഫാദർ ടോമുഡ് എന്ന അച്ഛൻ ആലുവയിലിരിക്കുമ്പോൾ ഒരു നോമ്പ് ധ്യാനത്തിന് അച്ഛനെ വിളിച്ചു. കോവിഡിന്റെ പ്രയാസം മൂലം അച്ഛന് വരാൻ പറ്റിയില്ല. അതൊരു സൗഹൃദത്തിലേക്ക് തിരിഞ്ഞു, അച്ഛനുമായി നല്ല ബന്ധം സ്ഥാപിപ്പാൻ കാരണമായി. അച്ഛനിപ്പോൾ മൈസൂരിലെ അവരുടെ സെമിനാരിയിൽ പഠിപ്പിക്കുകയാണ്. ഇടയ്ക്കൊക്കെ അച്ഛൻ വിളിക്കും. അച്ഛൻ പറയുന്ന സാക്ഷ്യം നാം വായിച്ചതല്ലേ പ്രിയരെ? 1 വർഷം 6 മാസം 8 ദിവസം യമനിലെ തീവ്രവാദി സംഘങ്ങളുടെ പിടിയിലമർന്ന് ജീവനും മരണത്തിനും ഇടയിൽ 1 വർഷം 6 മാസം 8 ദിവസം കഴിഞ്ഞ് ഈ സലേഷ്യൻ ഫാദർ, ഈ വൈദികൻ പറയുന്ന സാക്ഷ്യം, ഞാൻ ഈ 1 വർഷവും 6 മാസവും 8 ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. പള്ളിയില്ല, പള്ളിമണിയുടെ ശബ്ദമില്ല, തിരശീലയല്ല, അൾത്താരയില്ല, ബലിപീഠമില്ല, മെഴുകുതിരിക്കാലുകളില്ല, ധൂപത്തിന്റെ ഗന്ധമില്ല, അപ്പവീഞ്ഞങ്ങളില്ല, അസിസ്റ്റ് ചെയ്യാൻ ശുശ്രൂഷകരില്ല, സ്വീകരിപ്പാൻ ആരുമില്ല. ഒന്നുമില്ലെങ്കിൽ പോലും കഴിഞ്ഞ 1 വർഷം 6 മാസം 8 ദിവസം യമനിലെ തീവ്രവാദികളുടെ ഒളിസങ്കേതങ്ങളിൽ കണ്ണ് മൂടക്കെട്ടപ്പെട്ടവനായി എന്നെ കൊണ്ടുപോയ ഇടങ്ങളിലെല്ലാം മുടങ്ങാതെ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഞാൻ അർപ്പിക്കുന്ന വേളകളിലെല്ലാം കണ്ണു നനഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, തമ്പുരാനെ എന്നെ തടവ് പുള്ളിയായി കണ്ട് എൻ്റെ കണ്ണ് മൂടിക്കെട്ടി എന്നെ ഒളിസങ്കേതങ്ങൾ മാറ്റി മാറ്റി പാർപ്പിക്കുന്ന ഈ സഹോദരങ്ങളോട് നീ ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു വെച്ച ദൈവം തമ്പുരാൻ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് എന്നെ ഈ പ്രകാരം മരണകരമാനുഭവത്തിന് വിടുവിച്ചു തന്ന് ഫാദർ ടോമുഡ് എന്ന അച്ഛൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പള്ളിയില്ലാഞ്ഞിട്ടും അപ്പവീഞ്ഞകളില്ലാഞ്ഞിട്ടും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ബലിപീഠമില്ലാഞ്ഞിട്ടും മുടങ്ങാതെ കുർബാന അർപ്പിക്കാൻ മനസ്സുണ്ടായ, എല്ലാവരോടും ക്ഷമിക്കാൻ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ മനസ്സുണ്ടായ ടോമുഡ് എന്ന അച്ഛൻ പറയുന്നു, അതാണ് ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് ആവശ്യം. ഹല്ലേലൂയ. നമുക്കിന്ന് പള്ളി ഉണ്ടായിട്ടും, നമുക്ക് അൾത്താരയുണ്ടായിട്ടും, നമുക്ക് മെഴുകുതിരി ഉണ്ടായിട്ടും, നമുക്ക് ധൂപത്തിന്റെ ഗന്ധമുണ്ടായിട്ടും, അപ്പവീഞ്ഞികളേറെ കപ്പിലും എല്ലാരെയും കുടിക്കാൻ അവസരമുണ്ടായിട്ടും നമുക്കൊന്നും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഇന്ന് വരെ ക്രിസ്തുവിന്റെ നുകത്തിൻ കീഴിൽ സമർപ്പിക്കപ്പെട്ടവരല്ല എന്നുള്ള സത്യം ഈ രാത്രി മറന്നു പോകാൻ പാടില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പോലും നൽകപ്പെട്ട സമയം പാലിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നാളെ പകലും ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടെ സമയം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം, ലേൺ മൈ ഹോളിനെസ്. എൻ്റെ വിശുദ്ധി പഠിപ്പിൻ, എൻ്റെ വിശുദ്ധി പഠിപ്പിൻ. ന്യായപ്രമാണത്തിൽ മോശ ഇസ്രായേൽ ജനത്തോട് പ്രകാരം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ. ഹല്ലേലൂയ. അപവാദമേൽക്കാത്ത ജീവിതം. 7 കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെട്ടവനല്ലേ ക്രിസ്തു. കുറ്റം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പോലും കുറ്റമില്ലാത്ത വ്യക്തിയെ 7 കോടതികളിൽ മാറി മാറി വിസ്തരിച്ച സംഭവം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യം ക്രിസ്തുവിന്റെ വിഷയത്തിൽ സംഭവിച്ചു. ആദ്യം ഹന്നാവിന്റെ കോടതിയിൽ, മഹാപുരോഹിതനായ കയ്യഭാവിന്റെ കോടതിയിൽ സന്നദ്രിയും സംഘം അവനെ വിസ്തരിച്ചു. 4 പീലാത്തോസിന്റെ കോടതിയിൽ, 5 ഹേരോദാവിന്റെ കോടതിയിൽ, പിന്നെയും പീലാത്തോസിന്റെ കോടതിയിൽ, 7ാമതായി ജനത്തിന്റെ കോടതിയിൽ മാറി 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 വിസ്തരിച്ചിട്ടും വിസ്തരിച്ചിട്ടും എല്ലാവരും പറഞ്ഞ ഒരു സത്യം ഇതാണ്: അവനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയുന്നില്ല. ഉള്ളങ്കാൽ മുതൽ നെറുക വരെ കുറ്റമില്ലാത്ത കുഞ്ഞാട്. ഹല്ലേലൂയ. ഈ രാത്രി നമ്മളോട് പറയുന്ന യാഥാർത്ഥ്യം ഇതാകുന്നു: ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. വില കൊടുക്കാൻ മനസ്സില്ലാത്തവന് ഈ വഴിയിൽ യാത്ര ചെയ്യുവാനായിട്ട് സാധ്യമല്ല. നാം ഇതിനെ അശ്രദ്ധമായി അലക്ഷ്യമായി കാണാൻ പാടില്ല പ്രിയരെ. ദൈവം നമ്പുരാൻ നൽകിയ നിയോഗങ്ങളെയൊക്കെ വിശുദ്ധമായി കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ അവന് നിഗത്തിന് കീഴിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പൗലോസ്ലീഹ റോമാ സഭയോട് ഇപ്രകാരം പറയുന്നു: നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമെന്നാണ് എന്ന് പറയുമ്പോൾ അവരുടെ പാദങ്ങൾ പോലും മനോഹരമെന്നാണ് അതിൻ്റെ അർത്ഥം. അവരുടെ പാദങ്ങൾ പോലും മനോഹരമെന്നാണ്. ഞാൻ ഇന്നൊരു പള്ളിയിൽ ഞാൻ ചെന്ന 1 മാസം കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു. അച്ചാച്ചൻ വന്നിട്ട് എല്ലാവരെയും പരിചയപ്പെട്ടോ? ഞാൻ പറഞ്ഞു പരിചയപ്പെട്ടു വരുന്നു. ഞാൻ പറഞ്ഞു എന്താ കാര്യം? അച്ഛൻ കമ്മിറ്റിക്കാരെയൊക്കെ പരിചയപ്പെട്ടോ? ഞാൻ പറഞ്ഞു പരിചയപ്പെട്ടു. ചുമതലക്കാരെ പരിചയപ്പെട്ടു. അച്ഛൻ ഇന്നയാളിനെ അച്ഛൻ രാത്രി ഒരു 8:30 കഴിഞ്ഞാൽ വിളിക്കരുത്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഷിഫ്റ്റ് ഡ്യൂട്ടിയാണോ? എന്ത് സംഭവിച്ചു? പ്രശ്നം എന്താണ്? അപ്പോൾ ഈ പ്രായമുള്ള പിതാവ് എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഒരാളെ കുറ്റം പറയാൻ വന്നെന്ന് അച്ഛൻ ഒരിക്കലും കരുതരുത്, ഇത് കോൺഫിഡൻഷ്യലാണ്. അച്ഛനോട് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, ശ്രദ്ധിച്ചാൽ ഉപകാരം. രാത്രി 8:30 മണി കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അച്ഛാ അദ്ദേഹം മിലിറ്ററി റിട്ടയർഡാണ്. എല്ലാ മാസവും 1-ാം തീയതി മിലിറ്ററി ക്യാൻറ്റീൻ പോയി മദ്യം വാങ്ങും. മദ്യം വാങ്ങിയാൽ ഇഷ്ടമുള്ള ബ്രാൻഡ് ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കും. ബാക്കി മദ്യം മറച്ചു വയ്ക്കും. ഈ പള്ളിയിലെ ചുമതലാസ്ഥാനിയാണ്. കാലങ്ങളായി ചുമതല വഹിക്കുന്നയാളാണ്. പക്ഷെ ഇന്ന് വരെ മാനസാന്തരപ്പെട്ടിട്ടില്ല. 8:30 കഴിഞ്ഞാൽ ശരിയായ ഭാഷയിൽ സംസാരിപ്പാൻ അദ്ദേഹത്തിന് അറിയില്ല. മുമ്പ് പല അച്ഛന്മാർക്കും പ്രയാസമുണ്ടായതുകൊണ്ട്, അച്ഛൻ ചെറുപ്പമായതുകൊണ്ട് ഞാനൊരു എളിയ ഉപദേശം പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ സ്വീകരിച്ചാൽ നന്ന്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് സത്യമായിരുന്നു പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ. എന്ന് മാനസാന്തരപ്പെട്ടവർ ശുശ്രൂഷയിലേക്ക് വരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. പാപത്തെ നിസ്സാരമായി കാണുന്ന ഒരു ലോകമാണ്. പള്ളിയിൽ ചുമതല വഹിക്കുന്നവർ, പള്ളിയിൽ ചുമതലാസ്ഥാനികളായിരിക്കുന്നവർ, അത് ട്രസ്റ്റി ആണെങ്കിലും അക്കൗണ്ടന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും അല്ലെങ്കിൽ അത് ഏറെ ചുമതല വഹിക്കുന്നയാളാണെങ്കിലും അസംബ്ലി ആണെങ്കിലും മണ്ഡലാംഗമാണെങ്കിലും കമ്മിറ്റിക്കാരനാണെങ്കിലും ദൈവം നമ്പുരാൻ നൽകിയ നിയോഗത്തെ അശ്രദ്ധമായി അലക്ഷ്യമായി കാണാൻ നീ ഇനിയും ധൈര്യപ്പെടാൻ പാടില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ആത്മനിറവിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു: യഹോവയുടെ വേല അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. യഹോവയുടെ വേല അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അവൻ മാത്രമല്ല, അവന്റെ തലമുറയും ഈ ശാപമേറ്റു വാങ്ങേണ്ടി വരും. നിസ്സാരമായി ഇതിനെ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്, ഇത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. പ്രഘോഷിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ ഈ വചനത്തിന് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ കയ്യിലിരിക്കുന്ന രസീത് മൂത്താമ്പാക്കൽ സാൽ കൊച്ചുകുഞ്ഞ് ഉപദേശി വർഷങ്ങൾക്ക് മുൻപ് മാവേലിക്കര യൂണിയൻ ക്രിസ്ത്യൻ പ്രസിൽ തയ്യാറാക്കിയ ഒരു രസീതിന്റെ കോപ്പിയാണ്.
ബേദലഹേം ആശ്രമ പ്രസ്ഥാനം എന്നാണ് ഇതിന്റെ ഹെഡിങ്. തെക്കൻ തിരുവാങ്കൂർ കോളറ റിലീഫ് വേല എന്നാണ് ഇതിന്റെ സബ് ഹെഡിങ്. ബറേസി കോളറ ബാധിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് പണം സമാഹരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ റസീദിന്റെ കോപ്പിയാണ്. ഞാൻ മൂത്താമ്പാക്കൽ ഇടയാറമുളയിലെ ബറേസിയുടെ വീട്ടിൽ പോയപ്പോൾ ഈ റസീദിന്റെ കോപ്പി പലത് കണ്ടപ്പോൾ ഒന്ന് ഞാൻ വാങ്ങിയതാണ്. ലാമിനേറ്റ് ചെയ്ത ബൈബിൾ ഒരു നിധി പോലെ ഞാൻ വെച്ചിരിക്കുകയാണ്. അതിലെ വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്താണെന്നറിയാമോ? ഡാഷ് അവറുകൾക്ക് മശിഹാതമ്പുരാന്റെ തിരുനാമത്തിൽ നടത്തപ്പെടുന്ന ഈ ദയാർഥ ശുശ്രൂഷ വേലയ്ക്കായി അവിടുന്ന് സദയം അയച്ചു തന്ന ഡാഷ് രൂപ, ഡാഷ് ചക്രം, ഡാഷ് കാശ് നന്ദിപൂർവ്വം കൈപ്പറ്റിയിരിക്കുന്നു. ബാക്കി ശ്രദ്ധിക്കണം. ഒറ്റ പൈസ പോലും ദുരുപയോഗപ്പെടുത്താതെ അവിടുത്തേക്ക് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനാപൂർവം വിനിയോഗിച്ചു കൊള്ളാവുന്നതാണെന്ന് സവിനയം വാഗ്ദാനം ചെയ്തു കൊള്ളുന്നു. ക്രിസ്തുവിൽ എളിമദാസൻ കൊച്ചൂഞ്ഞു വരേശി ഇടയാറമുള്ള ജനത്തിൽ നിന്ന് പിരിക്കുന്ന പണത്തെക്കുറിച്ചുള്ള അക്കൗണ്ടബിലിറ്റി വെളിപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രമാണിത്. നിങ്ങൾ നൽകുന്ന ഒരു ചില്ലിക്കാശിന് പോലും ഒരു ദുരുപയോഗം വരുത്താതെ അതിന് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ വിശ്വസ്തതയോടെ ഞാനിത് കൈകാര്യം ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞ് 62 വയസ്സുവരെ ഈ ഭൂമിയിൽ ഒരു മാലാഖയെ പോലെ ജീവിച്ച ഒരു വിശുദ്ധനാണ് മൂത്താമ്പാക്കൽ സാറ് കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ പാട്ടെന്താണ്? ഒരുപാട് പാട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്വപ്നം എന്താണ്? എന്താ പാടിയത്? രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെന്നെ സ്വപ്നത്തിൽ കൂടെയും കാക്കേണമേ. രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെന്നെ സ്വപ്നത്തിൽ കൂടെയും കാക്കേണമേ. കർത്താവേ, രാവും പകലും വീണുപോകാതെ നിൽക്കണം. അത് മാത്രമല്ല, സ്വപ്നത്തിൽ കൂടെ പോലും നിദ്രാവേളയിൽ പോലും പിശാച് എന്നെ സന്ദർശിക്കുവാൻ ഇടയാകാത്ത വിധം നീ കാവലായിരിക്കണമെന്ന് പ്രാർത്ഥിച്ച് അപ്രകാരം ജീവിച്ച വിശുദ്ധന്മാർ ഈ സഭയിലുണ്ടായിരുന്നു. ആ വഴിയിൽ സഞ്ചരിപ്പാനുള്ള വിളിയാണ് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവ് നമ്മോട് മൂന്നാമതായി പറയുന്നത് എൻ്റെ വിശുദ്ധിയെ നിങ്ങൾ പഠിക്കണം എന്നാണ്. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ മുഖമേറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിപ്പിൻ. കർത്താവ് നമ്മോട് പറയുന്നു, എൻ്റെ താഴ്മയെ നിങ്ങൾ പഠിപ്പിൻ, എൻ്റെ ക്ഷമയെ നിങ്ങൾ പാഠമാക്കുവിൻ, എൻ്റെ വിശുദ്ധിയുടെ വഴികളിൽ നിങ്ങളും നടക്കുവിൻ. എൻ്റെ നുകത്തിൻ കീഴെ നിങ്ങളുടെ ചുമല ചായച്ചു കൊടുക്കാൻ നിങ്ങൾ മനസ്സുള്ളവരായി തീരണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. പ്രിയരെ, നാം ഇരിക്കുന്ന ഇടങ്ങൾ നമ്മുടെ തലകളെ ഒരു നിമിഷം വണക്കാം പ്രാർത്ഥനയ്ക്കായി. താതാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യുന്നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ വചനകൂടാരത്തിൽ ചേർന്ന് വരാൻ തമ്പുരാൻ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ രാത്രി ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, നിന്റെ മുഖം ഏറ്റുകൊണ്ട് നിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഞങ്ങളെ ഇതാ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടവരാണല്ലോ. നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ വ്യക്തമായി ഞങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ. നിന്റെ താഴ്മയെ പഠിപ്പാൻ, നിന്റെ ക്ഷമയെ പഠിപ്പാൻ, നിന്റെ വിശുദ്ധിയെ പഠിപ്പാൻ. ഹല്ലേലൂയ. അപ്രകാരം കർത്താവേ, അർത്ഥവത്തായ ക്രിസ്തീയ സാക്ഷ്യം നിറവേറ്റിക്കൊണ്ട് ഈ ദേശത്ത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ വ്യക്തികളായി കുടുംബങ്ങളായി സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കപ്പെടുന്ന വചനത്തിന് വിത്തുകളൊന്നും തന്നെ പതിരായി പോകാതെ അത് ഫലകരമായി തീരുവാൻ തമ്പുരാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന്.
മശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.